നമ്മളിപ്പോൾ ഈ ദേശീയപാത വികസനമാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന കാഴ്ചകളിലൊന്ന്. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ദേശീയപാതയുടെ പണികൾ വലിയ തോതിൽ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2025-26 ആകുമ്പോഴേക്കും പൂർണ്ണമായും നമുക്ക് ദേശീയപാതയിലൂടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 6 വരി പാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ. എല്ലായിടങ്ങളിലും വളരെ വേഗത്തിൽ പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ രാമനാട്ടുകര വെങ്ങളം ബൈപ്പാസ്. കാരണം രാമനാട്ടുകരയിൽ നിന്ന് തുടങ്ങി വെങ്ങളം വരെ കോഴിക്കോട് ടൗണിൽ കയറാതെ നമുക്ക് വളരെ വേഗത്തിൽ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ കൊയിലാണ്ടി വടകര ഭാഗത്തേക്കൊക്കെ പോകാൻ കഴിയുന്ന ബൈപ്പാസിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കോഴിക്കോട് നഗരവും ആ ബൈപ്പാസിൻ്റെ ഭാഗങ്ങളിലേക്ക് വളരുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാഴ്ചകൾ എന്ന് പറയുന്നത്. ഒരുപാട് ഷോപ്പിംഗ് മാളുകളും വലിയ ഫ്ലാറ്റുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ആയിട്ട് ആ ഭാഗം ഇപ്പോൾ നഗരത്തിൻ്റെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഈ ബൈപ്പാസ് അത് പൂർണ്ണമായിട്ടും വിഷുവിന് മുമ്പ് യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും തിരക്ക് പിടിച്ച പന്തീരാങ്കാവ് ഭാഗത്തെ നിർമ്മാണം പൂർത്തിയായ മേൽപ്പാലം ക്രിസ്മസിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. രാമനാട്ടുകര വെങ്ങളം വരെയുള്ള നിർമ്മാണ പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സൃഷ്ടിച്ച ഭാഗമായിരുന്നു പാലാഴിയിലേത്. ജില്ലയിലെ സൈബർ പാർക്കും പ്രധാന മാളും നിരന്തരം ഗതാഗത പ്രശ്നത്തിന് കാരണമാക്കുകയും ചെയ്തു. ഇനി അതിന് പരിഹാരമാവുകയാണ്. പാലത്തിന്റെ പണി അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. സ്ഥലം മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. ക്രിസ്മസ് സമ്മാനമായി പാലം നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് വലിയ മാറ്റം കോഴിക്കോട് നഗരത്തിന് ഉണ്ടാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡിസംബർ ആദ്യം തന്നെ ഒരു 10-15 അടുത്തായിട്ടത് നാടിന് സമർപ്പിക്കാനാകും. വലിയ മാറ്റം ഉണ്ടാകും. വലിയ മാറ്റം നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇവിടെ ഒരുപാട് പേർ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ഇവിടുത്തെ മറ്റ് തൊഴിലാളികൾ, വ്യാപാരികൾ, ഇവിടുത്തെ നാട്ടുകാർ, ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ, മറ്റ് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ എല്ലാ നിലയിലും സഹകരിച്ചവരാണ്. നാടിന്റെ സ്വപ്നതുല്യമായ പദ്ധതിയാണെന്ന ബോധത്തോടെ നാട്ടുകാർ സഹകരിച്ചതായും അതുകൊണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടും ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 415 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി ചെലവഴിച്ചത്. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള നിർമ്മാണ പ്രവൃത്തി അതിവേഗം പൂർത്തിയാക്കി ഏപ്രിൽ മാസത്തിൽ നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.